ഇനി കുടുംബത്തിൽ വിട്ടോന്ന് അവൻ ഓടിച്ചിരിക്കാണ്. അവൻ ഞങ്ങൾ പെണ്ണുങ്ങളെ ഓടിച്ച് ഈ തെളിവിലാണ് ഞാൻ തരാം. പോലീസിന് എന്താണ് പോലീസിന് കൊടുത്ത ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്റെ ഫോണിലുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് 3 ദിവസമായിട്ട് ഈ പോലീസ് ഈ പ്രതികളെ ഉച്ചയില്ല, ഈ കൊലപാതകം നടത്തില്ല. ഈ പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല, കൊലപാതകം ഓർക്കല. ഈ പോലീസ് സ്റ്റേഷനിലിരുന്ന സാറന്മാർ വിചാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല നടക്കാതെ ശ്രമിക്കാമായിരുന്നു. അവർ പല പ്രാവശ്യവും പള്ളിയിൽ നിന്ന് കൊടുത്ത കത്തിന് മറുപടി കൊടുക്കാതെയും അതിന് നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വൻ ദുരന്തം നടന്നത്. അതിനെതിരെ ശക്തമായ നിലയിൽ ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകും തുടർന്ന്. വർക്കല താഴെവിട്ടൂരിൽ ഗ്രഹനാഥനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വ്യാഴാഴ്ച രാവിലെ 7:30 കൊല്ലപ്പെട്ട ഷാജഹാന്റെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും വർക്കല പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പ്രതിഷേധിച്ചു. വർക്കല താഴെവിട്ടൂർ പ്രദേശത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും ലഹരി മാഫിയയുടെയും വിളയാട്ടമാണെന്നുള്ള പരാതി നിരവധി തവണ ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയെങ്കിലും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. പോലീസിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അരും കൊല വർക്കലയിൽ നടക്കില്ലായിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു. കേസിലെ 1-ാം പ്രതിയായ വെട്ടൂർ ആശാമുക്ക് സ്വദേശിയായ ജാസിം ഇതിനോടകം വിദേശത്തേക്ക് കടന്നതായും ഇത് പോലീസിന്റെ പിടിപ്പുകേടാണെന്നും ബന്ധുക്കൾ അലമുറയിട്ട് നിലവിളിച്ചു. കേസിൽ പരാതിക്ക് പോകുന്നവരെയും സാക്ഷി പറയുന്നവരെയും വെട്ടിക്കൊന്നുകളയുമെന്ന് പ്രതികളുടെ നിരന്തരമായ ഭീഷണിയുണ്ടെന്നും ഇത് കാണിച്ച് പ്രതികളുടെ ഫോട്ടോ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ അന്വേഷിക്കുന്നതിൽ ഊർജ്ജസ്വലത കാട്ടിയിരുന്നില്ല എന്നും ആയതിനാലാണ് പ്രതികൾ വിദേശത്തേക്ക് കടന്നതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും വിദേശത്തേക്ക് കടന്നയാളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വർക്കല SHO പ്രവീൺ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് 8 മണിയോടെ ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹവുമായി പിരിഞ്ഞുപോയി. ബീക്കൺ ന്യൂസ്, വർക്കല.